മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും വിവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് മണ്ണിൽ പൊന്നുവിളയിച്ച് നാടിന്റെ സമഗ്ര പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന കർഷകരെ ആദരിക്കുന്നതിനും കാർഷിക പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സമുചിതമായി ആഘോഷിച്ചു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം MLA AK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുമ്പളയും ഓർക്കാടിയും കഴിഞ്ഞ് ഒരു 4-5 പഞ്ചായത്തുകൾ ടച്ച് ചെയ്യാനുള്ള ഓട്ടത്തിലായി. പതിവില്ലാത്ത രീതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് സൂചിപ്പിച്ചു, നമ്മുടെ 1-2 പഞ്ചായത്തുകൾ മഞ്ചേശ്വരം അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം ഹൈന്ദവ മതവിശ്വാസികളുടെ ഏറ്റവും വലിയ നാഗര പഞ്ചമി അത് രാവിലെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് ശേഷം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാധാരണ 10 മണിക്കും 11 മണിക്കും തീർക്കേണ്ട ഈ ഒരു കർഷക ദിനം ചിങ്ങം 1 നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് ചിങ്ങം 1 പ്രസംഗിക്കാൻ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഉള്ള കാലത്ത് പ്രസംഗം മുഴുവനും കർഷകരുടെ ആത്മഹത്യ, ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചെടുക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്ത കഥ, കാർഷിക മേഖലയിലെ പുതിയ രോഗങ്ങൾ കൊണ്ട് കൃഷി തകരുന്നു, കൃഷി ഇല്ലാണ്ടായി പോകുന്നു. ആ രീതിയിലുള്ള മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുല്ല തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കർഷകരെ അനുമോദിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹനീഫ്, പഞ്ചായത്ത് അംഗം മുക്താർ A, ഉപാധ്യക്ഷ ഫാത്തിമത്ത് സുഹറ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കാർഷിക മേഖലയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച വിവിധ വിഭാഗങ്ങളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ ഗോവിന്ദറായ് ശർമ്മ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സവിത V നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.